പ്രൈസ് ദി ലോർഡ്. ആവർത്തന പുസ്തകം 27-ാം അധ്യായം അതിലെ 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി നിന്റെ മുമ്പിൽ നിന്ന് ഓടിക്കും. ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു വചനം, നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കുമെന്ന്. അപ്പൊ നമ്മളെ എതിർക്കുന്നവരോട് നമുക്ക് യുദ്ധം ചെയ്യാനുള്ള അധികാരം ദൈവം തന്നെ. കാരണം നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന് ബോധമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ യുദ്ധം ചെയ്യാൻ പോകുന്നത്? നമ്മൾ എതിർക്കാൻ പോകണ്ട. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്, നമ്മൾ ദൈവമക്കളാണെന്നുള്ള ബോധം ഉണ്ടെങ്കിലും നമുക്കെതിരായിട്ട് വരുന്ന ശത്രുക്കളോടൊക്കെ നമ്മൾ യുദ്ധം ചെയ്യാൻ പോകും. അതുകൊണ്ടാണ് നമുക്ക് ഈ തോൽവി സംഭവിക്കുന്നത്. ഈ വചനത്തെ നിങ്ങളൊന്ന് മുറുകെ പിടിച്ച ദൈവമക്കളെ, നിങ്ങൾക്ക് മുൻപേ വരുന്ന ശത്രുക്കളെ, എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കുമെന്ന വചനം പറയുന്നത്. എങ്ങനാ? അവർ ഒരു വഴിയായിട്ടായിരിക്കും നിന്റെ അടുത്ത് വരുന്നത്, പക്ഷെ ദൈവം അവരെ പല വഴിയായിട്ട് അവരെ ചിതറിച്ച് ഓടിക്കും. അതാ ദൈവശക്തി. പക്ഷെ നമ്മൾ അവരോട് യുദ്ധം ചെയ്യാൻ പോകുന്നത് കൊണ്ടാണ് നമ്മൾ അവരുടെ മുമ്പിൽ കീഴടങ്ങേണ്ടി വരുന്നത്. നമ്മുടെ ബുദ്ധി കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ശത്രുക്കളോട് നേരിടാൻ പോകുന്നത്. ശത്രു പ്രബലനാ പ്രിയപ്പെട്ടവരെ. പിശാചു ഭയങ്കര തന്ത്രശാലിയാണ്. നമ്മൾ ഒരു വഴി അന്വേഷിക്കുമ്പോൾ അവൻ പല വഴിയായിട്ട് നമ്മളെ തകർക്കാൻ ശ്രമിക്കും. പക്ഷെ ദൈവം തകർത്താൽ അതൊരു വലിയ തകർച്ചയാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, നമുക്കെതിരായിട്ടൊക്കെ ശത്രുക്കൾ വരും. ആ വാക്ക് നിങ്ങൾ ബൈബിളിൽ അണ്ടർലൈൻ ഇട്ടോണം. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളുണ്ട്. നമ്മുടെ മിത്രങ്ങളെക്കാൾ അധികം നമ്മുടെ ശത്രുക്കളാണ് നമുക്ക്. അതിന് ആരൊക്കെയാണെന്ന് നമ്മൾ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അറിഞ്ഞു കഴിയുമ്പോഴേ നമുക്ക് അവരോട് ശത്രുതാമനോഭാവം ഉണ്ടാകുന്നു. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുക, സഹോദര സഹോദരി, നിങ്ങളുടെ ശത്രു ഇന്നാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും പിന്നെ അവരുടെ പുറകെ പോകത്തില്ലേ? അപ്പൊ നമുക്ക് ശത്രു ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞാൽ മതി. അതാരാണെന്ന് അറിയാൻ വേണ്ടി നമ്മളൊന്നും നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അറിയേണ്ട ഒറ്റ ശത്രുവേ ഉള്ളൂ, അത് പിശാച. ആ പിശാചിനെ നമ്മൾ തിരിച്ചറിയണം. പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം. ഇന്ന് നിങ്ങളെ ആരെങ്കിലും പരിഹസിക്കുകയോ നിങ്ങൾക്കെതിരായി കുറ്റം പറയുകയോ നിങ്ങളെ തകർത്ത് കളയോ എന്ന് പറയുകയോ നിങ്ങളെ മോശമായി ചിത്രീകരിക്കുകയോ ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഓർത്തുകൊള്ളാം, ഇത് പിശാചിന്റെ ഒരു വലിയ തന്ത്രമാണ്. അതുകൊണ്ട് പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കർത്താവിന്റെ പാദമെടുത്ത് മുട്ടുമേലിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആകയാൽ ഇന്ന് ഈ പകൽക്കാലം നമുക്ക് എതിരായി വരുന്ന ശത്രുക്കളെ ദൈവം തോൽപ്പിക്കട്ടെ. എല്ലാം കർത്താവിന് വിട്ടുകൊടും, ദൈവത്തിന് വിട്ടുകൊടും. ദൈവം പ്രവർത്തിക്കട്ടെ. നമ്മുടെ പ്രയാസങ്ങളൊക്കെ കർത്താവ് മാറ്റും. നമ്മുടെ പ്രതികൂലങ്ങളൊക്കെ കർത്താവ് മാറ്റും. അതുകൊണ്ട് നമ്മൾ ആരും മനുഷ്യരോടൊന്നും യുദ്ധം ചെയ്യാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് പലക്കാലം എല്ലാവരോടും സ്നേഹത്തിലും സന്തോഷത്തിലും സൗഹൃദത്തിലും പോവുക. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ദുഷ്ടാത്മസേനയോടാണ്. ആ ദുഷ്ടാത്മസേനയോട് നമ്മൾ യുദ്ധം ചെയ്യണമെങ്കിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരിക്കണം. ശക്തമായ ആത്മാവിൽ ആരാധിക്കണം. ഒരു നല്ല കൂട്ടായ്മ ബന്ധം നിങ്ങൾക്ക് ഉണ്ടാകണം. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ഒരു ചർച്ചും ഒരു സഭയുമായിട്ടൊരു ബന്ധമില്ലാത്തവരാണെങ്കിൽ വചനാനുസരണം ദൈവത്തെ ആരാധിക്കുന്ന ഒരു സഭാബന്ധം നിങ്ങൾക്ക് ഉണ്ടാകണം. ആ കൂട്ടായ്മയിലേക്ക് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അങ്ങനെ ഒരു നല്ല കൂട്ടായ്മ ബന്ധം ഉണ്ടായി നിങ്ങൾ സത്യത്തിനും നീതിനും ദൈവത്തെ ആരാധിച്ച് വിശ്വാസത്തിലും വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ ഒന്ന് ആരാധിച്ചു പോയേ പ്രതികൂലങ്ങളൊക്കെ തന്നെ മാറിക്കോളും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. ആ ദൈവത്തിൽ വിശ്വസിച്ച് ആ കർത്താവിന്റെ കരത്തെ പിടിക്ക്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവിനോട് പറ. കർത്താവ് നിങ്ങളുടെ വിഷയത്തിന് മറുപടി നൽകും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നെ അറിയിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ ഫോൺ നമ്പർ എൻ്റെ വീഡിയോയുടെ താഴെയുണ്ട്. നിങ്ങൾ അതിൽ വിളിക്കുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.